പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച. കർത്താവെ, അവിടുത്തെ തിരുഹൃദയത്തെയും തിരുമുറിവുകളെയും ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ജീവിക്കാൻ വേണ്ട കൃപ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പുതിയ ദിവസം തന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് പോകുന്നിടത്തെല്ലാം അങ്ങയുടെ സംരക്ഷണം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വചനത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് ധ്യാനിക്കാം. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ഈശോ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് സ്ഥാപിക്കുകയാണ് തിരുവചനത്തിലൂടെ. പഴയ നിയമത്തിൽ ഈശോയുടെ പ്രതീകം മാത്രമായ മന്ന ഭക്ഷണമായി നൽകിയെങ്കിൽ ഇന്ന് യഥാർത്ഥ ഭക്ഷണമായി ഈശോ നമ്മിലേക്ക് വരുന്നു. എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ! അവർണ്ണനീയമായ ഈ ദാനത്തിന് എൻ്റെ കർത്താവെ, എങ്ങനെ നന്ദി പറഞ്ഞു തീർക്കും? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പഴയ നിയമഗ്രന്ഥങ്ങളിൽ പിതാവായ ദൈവം അങ്ങയെക്കുറിച്ച് വെളിപ്പെടുത്തി വെച്ചിട്ടുള്ളതെല്ലാം വായിച്ച് ഗ്രഹിക്കാനും ജീവൻ്റെ അപ്പമായ അങ്ങയിലേക്ക് കൂടുതൽ അടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.